ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആട് 3 ഒഫീഷ്യൽ ട്രെയിലർ. ജയസൂര്യ നായകനായി വരുന്ന ചിത്രം അല്ലെ ആട് 2, അല്ലെങ്കിൽ ആട് എന്ന സീരീസിന്റെ മൂന്നാമത്തെ ചിത്രം. ആദ്യം അത്ര വിജയമല്ലെങ്കിലും പിന്നെ അത് അല്ലെ രണ്ടാമത്തെ പാർട്ട് നല്ല വിജയമായിരുന്നു. ഇപ്പം 3യുമായിട്ട് അതേ ടീം തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് തന്നെ ഒരു 3 വർഷത്തിന് പുറത്താവും. അല്ല, അത്ര ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നു. കാരണം മറ്റേ കത്തനാർ എന്ന മൂവിയിലെ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റുമായിട്ട് പുള്ളി അല്ലേ അത്രയും ഒരു ഗ്യാപ്പ്. ഇപ്പോൾ അതിന് മുന്നേ തിയേറ്ററിലേക്ക് എത്തുന്ന അല്ലേ ചിത്രമാണ് വിജയ് ബാബു നിർമ്മിച്ച ആട് 3. അതുപോലെ ഇതിൻ്റെ ഡയറക്ഷൻ അല്ലേ മിഥുൻ തോമസ്. ഏതായാലും അതിൻ്റെ ട്രെയിലർ നല്ല കുറച്ച് ലെങ്ത് ഉള്ള ട്രെയിലറാണ്. ഏതായാലും നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടിട്ട് വരാം. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും ഭയം. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് നമ്മൾ എന്ത് കൊല്ലാം. ഇനി എന്തു പിടി? ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. കോമഡി ഒന്നും രക്ഷയില്ല. പക്ക കോമഡി ട്രാക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ വയ്യാത്ത നടുവ് വെച്ചണ്ട എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകുന്നു. വിനായകൻ വെടി പോക ആയുധം വെച്ചുള്ള കളിയാണ്. ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. പാർട്ട് 1. ഇത് റിലീസ് ഡേറ്റ് കൊടുത്തിരിക്കുന്ന മാർച്ച് 19th കഴിഞ്ഞ് ഏപ്രിൽ അല്ലേ 2 ദൃശ്യം ഇറങ്ങുന്നു. അതും അല്ലേ മൂന്നാം ഭാഗം. ട്രെയിലർ എന്തായാലും പൊളി കോമഡി ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത് ചിത്രം. മിക്കവാറും തിയേറ്റർ ബ്ലാസ്റ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അമ്മാതിരി കോമഡി കണ്ടന്റൊക്കെയാണ് ഇതിൽ ട്രെയിലറിലും അല്ലേ. ഒരുപാട് കോമഡി താരങ്ങൾ പഴയ അതേ ആക്ടേഴ്സ് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്താ പറയുക, വിനായകൻ്റെ മാസ്റ്റർ ഡയലോഗ്, അത് ഗ്രാമവാസീസ്, പിന്നെ ഷാൻ്റേതാണ് മ്യൂസിക്, ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഫസ്റ്റ് ട്രെയിലർ കാണിക്കുമ്പോൾ തന്നെ അല്ലേ വേറൊരു കഥ അല്ലെങ്കിൽ വേറൊരു സംഭവം അങ്ങനെയാണ് അത് കാണിച്ചത്. സീരിയസ് ആയിട്ട് ഇവര് മാറ്റി പിടിച്ച ഇനി കഥ പിന്നെയാണ് അത് കാണിക്കുന്നല്ലേ. അത് വേറെ ഏതായാലും കിടിലം ട്രെയിലർ തന്നെയായിരുന്നു. അതായത് നല്ല 3 മിനിറ്റോളം ഉണ്ടോന്ന് തോന്നുന്നു അതിന്റെ ലെങ്ത്. പിന്നെ ജയസൂര്യയുടെ വരെ അല്ലേ ഒരു മുഴുനീള കഥാപാത്രം നല്ല കുറച്ച് നാളത്തേക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു. അപ്പോൾ ആട് 3 എന്തായാലും ഞെട്ടിക്കും. അതുപോലെ വിജയ് ബാബുവിൻ്റെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. പുള്ളി തന്നെയാണല്ലേ ആദ്യത്തെ 2 പാർട്ടും. എനിക്ക് തോന്നുന്നു സാന്ദ്ര തോമസ് വിജയ് ബാബു ആണെന്ന് തോന്നുന്നു ആട് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡും അവർ തന്നെയാണെന്ന്. പിന്നെ എന്തോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് വിജയ് ബാബുവും വേറൊരു പ്രൊഡ്യൂസറൂടെ ഉണ്ട്. അപ്പം അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. ആട് നിരാശ ആക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കൊള്ളാം, നല്ല